ഇംപ്രൂവ്മെന്റിലെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ഫോട്ടോസിന്തസിസ് ആണ്. അത് നമുക്ക് അതായത് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കാൻ നിങ്ങൾ പിന്നീട് ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അല്ലെ, സിന്തസിസ് ആണ്. എന്തിന്റെ സിന്തസിസ്? ഫുഡ് മെറ്റീരിയലിന്റെ സിന്തസിസ് ലൈറ്റിന്റെ പ്രസൻസിൽ വെച്ച്. ലൈറ്റിന്റെ പ്രസൻസിൽ എവിടെ വെച്ച് നടക്കുന്നു? ഇൻ ദ ക്ലോറോഫിൽ. എന്തുപയോഗിച്ച്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ. അപ്പം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സിന്തസിസ് ഓഫ് ഫുഡ് മെറ്റീരിയൽ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ ദി ക്ലോറോഫിൽ മോളിക്യൂൾ. ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം കോൺട്രിബ്യൂഷൻസ് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ജോസഫ് പ്രീസ്ലിയുടെ കോൺട്രിബ്യൂഷൻ പറയുന്നത് എന്താണ്? പ്ലാന്റ്സിന് എന്തുണ്ട്? ബെൽജാർ എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പ്ലാന്റ്സ് ഹാവ് ദ എബിലിറ്റി ടു ടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് റിലീസ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നു എന്ന് ആദ്യമായിട്ട് അദ്ദേഹമാണ് പറഞ്ഞത്. തുടർന്ന് ഇഞ്ചൻഹോസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് വന്ന് പറഞ്ഞു, സൺലൈറ്റിന്റെ പ്രസൻസിൽ പ്ലാന്റ്സിന്റെ ഗ്രീൻ പാർട്ടിൽ നിന്നും ബബിൾസ് റിലീസ് ചെയ്യുന്നു. ആ ബബിൾസ് പിന്നീട് ഓക്സിജൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തു. തിയോഡർ സാസർ വാട്ടർ എസെൻഷ്യൽ ആണ്, ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് വാട്ടർ എസെൻഷ്യൽ ആണ് എന്ന് പറഞ്ഞു. ജൂലിയസ് വോൺ സാക്സ് ഗ്രീൻ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നും അത് സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നും പറഞ്ഞു. പിന്നെ എങ്കിൾമാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ആക്ഷൻ സ്പെക്ട്രം ഫോട്ടോസിന്തസിന്റെ, അതായത് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് വ്യക്തമാക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊണ്ടുവന്നത്. അതായത് ഡിഫറെന്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എനർജിയിൽ ഫോട്ടോസിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നതിന്റെ റേറ്റ് എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ആക്ഷൻ സ്പെക്ട്രം കൊണ്ടുവന്നത് എങ്കിൾമാൻ ആണ്. തുടർന്ന് വാനീൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഫോട്ടോസിന്തസിസ് റിയാക്ഷനിൽ ലൈറ്റ് എസെൻഷ്യൽ ആണ്, ലൈറ്റ് ഡിപ്പെൻഡന്റ് ഫേസ് ഫോട്ടോസിന്തസിസിലുണ്ട്. അതിൽ ഹൈഡ്രജൻ ഫ്രം ആൻ ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് റെഡ്യൂസസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു കാർബോഹൈഡ്രേറ്റ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിഡക്ഷനിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്നു എന്ന ഒരു സിംപ്ലിഫൈഡ് ഇക്വേഷനിലൂടെ, അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർന്ന് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞൊരു സിംപ്ലസ്റ്റ് ഇക്വേഷൻ അദ്ദേഹമാണ് വാനിലാണ് കൊണ്ടുവന്നത്. ഹിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഓക്സിജന്റെ ഇവല്യൂഷൻ, അതായത് ഫോട്ടോസിന്തസിന്റെ ഒരു ഫേസ് ലൈറ്റ് റിയാക്ഷൻ ആണ്, ലൈറ്റ് റിയാക്ഷനിൽ ഓക്സിജൻ ഇവല്യൂഷൻ നടക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കി തന്നു. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫേസ് വ്യക്തമാക്കി തന്നത് മെൽവിൻ ഗാൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷന്റെ ഒരു ആൾട്ടർനേറ്റീവ് പാത്വേ ഹാച്ച് ആൻഡ് സ്ലാക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് നമുക്ക് വ്യക്തമാക്കി തന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സൈക്കിളിനെ ഹാച്ച് ആൻഡ് സ്ലാക്ക് സൈക്കിൾ അല്ലെങ്കിൽ C4 സൈക്കിൾ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഫോട്ടോസിന്തസിന്റെ സൈറ്റ് എന്തൊക്കെയാണ് എന്നറിയാൻ പറയാം. നമുക്കറിയാം ലീവ്സ് ആണ് ഫോട്ടോസിന്തസിന്റെ സൈറ്റ് എന്ന് പറയുന്നത്. ലീവ്സിലെ മീസോഫിൽ ടിഷ്യൂസ് ആണ്. മീസോഫിലിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഓർഗനലയാണ്. അതൊരു ഡബിൾ മെമ്പറൈൻ ബൗണ്ടഡ് ഓർഗനലയാണ്. ഇന്നർ മെമ്പറൈൻ എൻക്ലോസ് ചെയ്യുന്നത് സ്ട്രോമയാണ്. സ്ട്രോമയിൽ നമ്പർ ഓഫ് പ്ലേറ്റ് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ആണ്. ഇതിന് നമ്മൾ ഗ്രാനം തൈലക്കോയിഡ്സ് എന്നാണ് പറയുന്നത്. ഗ്രാനം തൈലക്കോയിഡ്സ് പരസ്പരം ഇന്റർ കണക്ട് ചെയ്യുന്നത് അത് സ്ട്രോമ ലാമലിലെ ആണ്. ഇതിൽ ഗ്രാനം തൈലക്കോയിഡ്സ് ആണ്. ലൈറ്റ് റിയാക്ഷന്റെ എല്ലാ സ്റ്റേജസും കാണപ്പെടുന്നത് ഗ്രാനം തൈലക്കോയിഡ്സിലാണ്. എന്നാൽ ലൈറ്റ് റിയാക്ഷനിലെ ഒരു സ്റ്റെപ്പ്, അതായത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത് സ്ട്രോമ ലാമല്ലയിലാണ്. ദെൻ ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ ഫേസ് നടക്കുന്നത് അത് പ്യൂർലി എൻസൈമാറ്റിക് റിയാക്ഷൻസ് ആണ്. അത് നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചാണ് എന്നാണ് പറയുന്നത്. ഇനി ഏതൊക്കെ പിഗ്മെന്റ്സ് ആണ് ഫോട്ടോസിന്തറ്റിക് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്? ക്ലോറോഫിൽ തന്നെ A to E വരെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലോറോഫിൽ Aയും ക്ലോറോഫിൽ Bയും പിന്നീട് സാന്തോഫിൽസും കരോട്ടിനോയിഡ് പിഗ്മെന്റ്സുമാണ്. ഇനി എന്താണ് ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്തൊക്കെയാണെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം രണ്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പഠിച്ചായിരുന്നു നിങ്ങൾ. അബ്സോർഷൻ സ്പെക്ട്രവും അതുപോലെ ആക്ഷൻ സ്പെക്ട്രവും. അബ്സോർഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എനർജിയെ പിഗ്മെന്റ്സ് അബ്സോർബ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് അബ്സോർഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ആക്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഷോവിങ് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് അറ്റ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എനർജി. ഈ രണ്ട് ഡയഗ്രംസ് ക്ലോറോഫിൽ Aയുടെയും Bയുടെയും അബ്സോർഷൻ സ്പെക്ട്രവും ആക്ഷൻ സ്പെക്ട്രവും നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് നോക്കി ഈ ഒരു ഡയഗ്രം നന്നായിട്ട് പഠിച്ചു വെച്ചിട്ട് വേണം എക്സാമിനേഷന് പോകേണ്ടത്. പിന്നെ നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് ലൈറ്റ് റിയാക്ഷൻ എന്താണ്. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് രണ്ട് ഫേസസ് ഉണ്ട്. ഒന്ന് ലൈറ്റ് റിയാക്ഷനും
മറ്റൊന്ന് ഡാർക്ക് റിയാക്ഷനും. പൂർണ്ണമായും ലൈറ്റ് ഡിപ്പെൻഡന്റ് ഫേസ് ആണ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ലൈറ്റ് നിർബന്ധമില്ല, ലൈറ്റിന്റെ ആബ്സെൻസ് എന്ന് പറയാൻ ഒക്കത്തില്ല, ലൈറ്റ് നിർബന്ധമില്ലാത്തൊരു ഫേസ് ആണ് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ കെമിക്കൽ ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. ഇവിടെ നമ്മൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നു, ഓക്സിജൻ ഇവല്യൂഷൻ നടക്കുന്നു, എനർജി റിച്ച് കോമ്പൗണ്ട് ATP, NADPH തുടങ്ങിയവ ഉണ്ടാകുന്നു. നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള ഒരു പ്രധാന കോൺസെപ്റ്റ് ആണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്തൊക്കെയാണെന്ന്. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഹൺഡ്രഡ്സ് ഓഫ് പിഗ്മെന്റ് മോളിക്യൂൾസ് അതൊരു പ്രോട്ടീൻ ബൗണ്ട് ചെയ്തിട്ട് അതിനുള്ളിൽ ഒരു ഫോട്ടോ സിസ്റ്റം കാണും, ഒരു റിയാക്ഷൻ സെന്റർ കാണും. ഫോട്ടോ സിസ്റ്റം 1 അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം 2. അതായത് ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ സെന്ററും അതിന് ചുറ്റുമായിട്ട് മറ്റ് ക്ലോറോഫിൽ ആൻഡ് കരോട്ടിനോയിഡ് പിഗ്മെന്റ്സിന്റെയും അറേഞ്ച്മെന്റ് ഇതിനു ചുറ്റുമായിട്ട് കാണും. ഈ ഒരു കോംപ്ലക്സിന്, ഈ ഒരു ചുറ്റിനും കാണപ്പെടുന്ന ഈ മോളിക്യൂൾസിന് നമ്മൾ ആന്റിനൈം മോളിക്യൂൾസ് എന്നാണ് പറയുന്നത്. റിയാക്ഷൻ സെന്ററും ആന്റിനൈം മോളിക്യൂൾസിനെയും ഒന്നിച്ചു ചേർത്താണ് നമ്മൾ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആന്റിനൈം മോളിക്യൂൾസിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സിന് നമ്മൾ പൊതുവെ എക്സസറി പിഗ്മെന്റ് എന്ന് പറയും. എന്താണ് എക്സസറി പിഗ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ അബ്സോർപ്ഷൻ ലൈറ്റ് എനർജി ആൻഡ് ട്രാൻസ്ഫർ ദിസ് ലൈറ്റ് എനർജി ടു ദ റിയാക്ഷൻ സെന്റർ. അതോടൊപ്പം തന്നെ ഇറ്റ് പ്രൊട്ടക്ട് ദ റിയാക്ഷൻ സെന്റർ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ. ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്ന് റിയാക്ഷൻ സെന്ററിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇതിന്റെ ഫംഗ്ഷൻ, ആക്സസറി പിഗ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിന്റെ പ്രോസസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഫേസസ് ആണ്, ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. ലൈറ്റ് റിയാക്ഷൻ പൂർണ്ണമായും ലൈറ്റ് ഡിപ്പെൻഡന്റ് ആണ്. ലൈറ്റ് എനർജിയെ ട്രാപ്പ് ചെയ്ത് ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് നടക്കുന്ന സ്റ്റേജസ് എന്ന് പറയുന്നത് വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നു, ഓക്സിജന്റെ ഇവല്യൂഷൻ നടക്കുന്നു, ATPയുടെയും NADPHന്റെയും ഉൽപാദനം നടക്കുന്നു. രണ്ടാമത്തെ ഫേസ് ബയോസിന്തറ്റിക് ഫേസ് അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയും. ലൈറ്റ് ഇൻഡിപെൻഡന്റ് ഫേസ്, ലൈറ്റ് നിർബന്ധമില്ല എന്നാണ് പറയപ്പെടുന്നത്. പ്രധാനമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്ത് ഫുഡ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ്. പ്രധാനമായിട്ടും നമുക്കറിയാം റിയാക്ഷൻ സെന്റർ ഫോട്ടോ സിസ്റ്റം രണ്ട് തരത്തിലുള്ള ഫോട്ടോ സിസ്റ്റമാണ്, ഫോട്ടോ സിസ്റ്റം 1 ഫോട്ടോ സിസ്റ്റം 2. അതിൽ ഫോട്ടോ സിസ്റ്റം 1 അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വേവ് ലെങ്ത് ലൈറ്റ് എനർജി എന്ന് പറയുന്നത് 700 നാനോമീറ്റർ ലൈറ്റ് എനർജിയാണ്. അതേസമയം ഫോട്ടോ സിസ്റ്റം 2 ആണെങ്കിൽ 680 നാനോമീറ്റർ വേവ് ലെങ്ത് ലൈറ്റ് എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത്. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ റിയാക്ഷൻ സെന്റർ എക്സൈറ്റഡ് ആവുകയും എനർജി റിച്ച് ഇലക്ട്രോൺ അത് എമിറ്റ് ചെയ്യുകയും ഈ എനർജി റിച്ച് ഇലക്ട്രോണിനെ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്ററിലൂടെ സൈറ്റോക്രോമിൽ എത്തുകയും അവിടെ വെച്ച് ATP പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ATP പ്രൊഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ATP പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫോസ്ഫോറിലേഷൻ ആണ്. ഫോസ്ഫോറിലേഷൻ ലൈറ്റിന്റെ പ്രസൻസ് നടക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയും. ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് റിയാക്ഷനോടനുബന്ധിച്ച് ഫോട്ടോഫോസ്ഫോറിലേഷൻ 2 തരത്തിലാണ് നടക്കുന്നത്. ഒന്ന് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും മറ്റൊന്ന് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനുമാണ് നടക്കുന്നത്. ഇതിൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഫോട്ടോ സിസ്റ്റം 1 മാത്രമാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഈ ഫോട്ടോ സിസ്റ്റം 1 ലൈറ്റ് എനർജി റിയാക്ഷൻ സെന്ററിൽ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ആ റിയാക്ഷൻ സെന്റർ എക്സൈറ്റഡ് ആകുകയും എനർജി റിച്ച് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ എനർജി റിച്ച് ഇലക്ട്രോണിനെ ഒരു പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ സ്വീകരിക്കും. അവിടെ നിന്നും സൈറ്റോക്രോംസിനുള്ളിലേക്ക് എത്തുന്നു. സൈറ്റോക്രോംസിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ വെച്ച് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ നടന്ന് ATP റിലീസ് ചെയ്യുന്നു. തുടർന്ന് എനർജി ഇല്ലാത്ത ഇലക്ട്രോൺ തിരിച്ച് ഫോട്ടോ സിസ്റ്റത്തിന്റെ റിയാക്ഷൻ സെന്ററിൽ വന്ന് ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി അങ്ങ് ഓവർകം ചെയ്യുന്നു. സാധാരണ ഇത് ഇവിടെ ഈ ഒരു പ്രോസസ്സിൽ ഇലക്ട്രോൺ ഒരു സൈക്ലിക് പ്രോസസ്സിലൂടെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ATP പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു, ഫോസ്ഫോറിലേഷൻ അത് ലൈറ്റിന്റെ പ്രസൻസിലായതുകൊണ്ട് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ, ഇലക്ട്രോൺ മൂവ്മെന്റ് സൈക്ലിക് പാത്വേ ആയതുകൊണ്ട് ഫോട്ടോ ഫോസ്ഫോറിലേഷന് നമ്മൾ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ പിഗ്മെന്റ്സ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ 2 ഫോട്ടോ സിസ്റ്റം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ്ലി ഫോട്ടോ സിസ്റ്റം 1 ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. ഈ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എനർജി റിച്ച് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു. ഈ എനർജി റിച്ച് ഇലക്ട്രോണിനെ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ സ്വീകരിക്കുന്നു. തുടർന്ന് ഈ ഇലക്ട്രോൺ NADPHനെ റെഡ്യൂസ് ചെയ്ത് NADPH+H+ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പം നമുക്കറിയാം ഫോട്ടോ സിസ്റ്റം 1 റിയാക്ഷൻ സെന്ററിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടായി. സൈമൾട്ടേനിയസ് ആയിട്ട്
ആയിട്ട് തന്നെ ഫോട്ടോസിസ്റ്റം 2ഉം ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. അത് എനർജി റിച്ച് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യുന്നു. ഈ എനർജി റിച്ച് ഇലക്ട്രോണിനെ മറ്റൊരു ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ സ്വീകരിക്കുന്നു. ഈ ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്നും എനർജി റിച്ച് ഇലക്ട്രോൺ നേരെ സൈറ്റോക്രോംസിനുള്ളിൽ എത്തുകയും അവിടെ വെച്ച് ATP പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. ഈ ഫ്രീ ഇലക്ട്രോൺ തിരിച്ച് ഫോട്ടോസിസ്റ്റം 1ന്റെ റിയാക്ഷൻ സെന്ററിലേക്ക് അവിടുത്തെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഇസഡ് സ്കീം ആയിട്ടാണ് ഇലക്ട്രോണിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അപ്പോൾ നമ്മുടെ ഫോട്ടോസിസ്റ്റം 2ൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടായി. ആ സമയത്ത് തന്നെ ലൈറ്റിന്റെ പ്രസൻസിൽ വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. H+OH- അയോൺസ് ഉണ്ടാകുന്നു. ഇതിലെ ഇലക്ട്രോൺ എവിടെ പോകുന്നു? ഫോട്ടോസിസ്റ്റം 1ലെ റിയാക്ഷൻ സെന്ററിലെത്തി ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓക്സിജൻ ഇവല്യൂഷൻ നടക്കുന്നു. ലൈറ്റിന്റെ പ്രസൻസിൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്താണ്. ആ പ്രോസസ്സിനെ നമ്മൾ ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് രണ്ടും സൈക്ലിക്കും ചോദിക്കാം, നോൺ സൈക്ലിക്കും ചോദിക്കാം. സൈക്ലിക് എന്ന് പറയുന്നത് സ്ട്രോമ ലാമല്ലയിലാണ് നടക്കുന്നത്. സൈക്ലിക്കും നോൺ സൈക്ലിക്കും തമ്മിലുള്ള ഡിഫറൻസസ് ചോദിക്കാം. രണ്ട് പ്രധാനമായിട്ടും ഇലക്ട്രോൺ പാത്വേ സൈക്ലിക് ആണ്. നോൺ സൈക്ലിക്കിലാണെങ്കിൽ നോൺ സൈക്ലിക് പാത്വേയിലാണ് നടക്കുന്നത്. ATP മാത്രമേ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നു. ഇവിടെ ATPയും NADPHും ഉണ്ടാകുന്നു. സൈക്ലിക്കിൽ ഒരു ഫോട്ടോസിസ്റ്റം ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഫോട്ടോസിസ്റ്റം 1ഉം 2ഉം ഇൻവോൾവ് ചെയ്യുന്നു. നോൺ സൈക്ലിക്കിൽ അതുപോലെ വാട്ടറിന്റെ ഫോട്ടോലിസിസ് സ്പ്ലിറ്റിംഗ് നടക്കുന്നു, ഓക്സിജൻ ഇവല്യൂഷൻ നടക്കുന്നു. ഇതെല്ലാം സൈക്ലിക്കിനകത്ത് ആബ്സെന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് കെമിയോ ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്താണ് എന്ന് നോക്കാം. കെമിയോ ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മെക്കാനിസം ഓഫ് സിന്തസിസ് ഓഫ് ATP ഇൻ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റിൽ ATP സിന്തസിസ് നടക്കുന്നത് എന്താണ്, എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശരിക്കും ATP സിന്തസിസുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ തൈലക്കോയിഡ് എന്ന് പറയുന്ന സാക്കിലേക്ക് സ്ട്രക്ചറിലേക്ക് കടന്നു പോകാം. ക്ലോറോപ്ലാസ്റ്റിനകത്ത് നമുക്കറിയാം സ്ട്രോമയിൽ കാണപ്പെടുന്ന ഗ്രാനം തൈലക്കോയിഡിലെ ഒരു തൈലക്കോയിഡിന്റെ സ്ട്രക്ചറാണ് ഈ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ശരിക്കും പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഈ തൈലക്കോയിഡിന്റെ അകത്തുള്ള ലൂമനകത്തും പുറത്തുമായിട്ടാണ് സംഭവിക്കുന്നത്. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിൽ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് ഈ ലൂമനകത്ത് വെച്ചാണ്. ഈ തൈലക്കോയിഡിന്റെ ലൂമനകത്ത് വെച്ചാണ് വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അതിന്റെ ഫലമായി പ്രോട്ടോൺ H+ അയോൺ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. മറ്റൊന്ന് NADP റെഡ്യൂസ് ചെയ്ത് NADPH ആവുമെന്ന് നേരത്തെ പറഞ്ഞു നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ. അപ്പോൾ ആ NADPHലെ ഹൈഡ്രജൻ അയോൺ സ്ട്രോമയിൽ നിന്നാണ് സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ സ്ട്രോമയിലെ ഹൈഡ്രജൻ അയോണിന്റെ അളവ് കുറയുന്നു. മറ്റൊന്ന് ഹൈഡ്രജൻ അയോൺ വാട്ടർ ഫോട്ടോലിസിസ് നടക്കുന്നത് ലൂമനകത്താണ്. അപ്പോൾ ഹൈഡ്രജൻ അയോണിന്റെ അളവ് ഇവിടെ കൂടുന്നു. ഇവിടുന്ന് ഹൈഡ്രജൻ അയോൺ NADPH റിഡക്ഷന് വേണ്ടി പോകുമ്പോൾ ഹൈഡ്രജൻ അയോണിന്റെ അളവ് കുറയുന്നു. പിന്നെ ഫോട്ടോസിസ്റ്റം 1ലും 2ൽ നിന്ന് ഫസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു. തുടർന്ന് ഈ ഇലക്ട്രോൺ എവിടോട്ട് വരുന്നു? സൈറ്റോക്രോംസിലോട്ട് വരുമ്പോൾ അതിന്റെ കൂടെ പ്രോട്ടോൺ കാരിയറും കൂടെ വരുന്നു. ഇലക്ട്രോൺ ഫോട്ടോസിസ്റ്റത്തിലും സൈറ്റോക്രോംസിലുമായിട്ട് മൂവ് ചെയ്യുമ്പോൾ പ്രോട്ടോൺ എവിടെ വരുന്നു? ലൂമനകത്തേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ ലൂമനകത്ത് പ്രോട്ടോണിന്റെ അളവ് കൂടുതലും സ്ട്രോമയിൽ കുറവുമാണ്. ഒരു ഗ്രേഡിയന്റ് ഉണ്ടായി, പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടായി. എപ്പോഴാണോ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഈ മെമ്പറിനകത്തുള്ള ATP സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അപ്പം എനർജി റിച്ച് ഇലക്ട്രോൺ പ്രോട്ടോണിൻ്റെയോടൊപ്പം തന്നെ ഈ ATP സിന്തേസ് ഇരിക്കുന്ന F0F1 പാർട്ടിക്കിളിനുള്ളിലേക്ക് വരും. അവിടെ വെച്ച് ഇലക്ട്രോണിലെ എനർജി ഫിക്സ് ചെയ്ത് ATP സിന്തേസ് എൻസൈം ഫിക്സ് ചെയ്ത് ATPയുടെ പ്രൊഡക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഫ്രീ ഇലക്ട്രോണും ഹൈഡ്രജൻ അയോണും തിരിച്ചവിടെ വരുന്ന സ്ട്രോമയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ATP പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ആ പ്രോസസ്സ് ഒരു മെമ്പറിനകത്തുകൂടെയാണ് ഈ എനർജി ട്രാൻസ്ഫർ മെക്കാനിസം നടക്കുന്നത്. കെമിക്കൽ അയോണിന്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അനുകൂലമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? കെമിയോ ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. ATPase എന്ന് പറയുന്നത് ഇതൊരു ചാനലായിട്ട് ഫങ്ഷൻ ചെയ്യുകയും പ്രോട്ടോൺ ഡിഫ്യൂഷന് ആ മെമ്പറൈനിലൂടെ സ്ട്രോമയിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇതിന് കാരണമാകുന്ന എൻസൈം എന്ന് പറയുന്നത് ATPase എൻസൈമാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ലൈറ്റ് റിയാക്ഷനിൽ നമുക്ക് എന്തൊക്കെ കിട്ടി? ATPയും കിട്ടി, NADPHും കിട്ടി. ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് എന്തുണ്ടാകുന്നത്? കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ നടക്കുന്നത്. സാധാരണ കേസിൽ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു 5 കാർബൺ ഷുഗർ ആണ്, RUBP എന്ന് പറയും. ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്.
3 കാർബൺ കോമ്പൗണ്ട് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ അതിനെ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അഥവാ PGE, അതുകൊണ്ട് ആ സൈക്കിളിന് നമ്മൾ C3 സൈക്കിൾ എന്ന് പറയും. മെൽവിൻ കാൽവിൻ ആണ് ഇതിന്റെ സ്റ്റെപ്സ് നമുക്ക് വ്യക്തമാക്കി തന്നത്. അതുകൊണ്ട് സൈക്കിളിന് നമുക്ക് എന്ത് വിളിക്കാം? കാൽവിൻ സൈക്കിൾ എന്നും പറയാം. എന്നാൽ ഇതിന്റെ ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു സൈക്കിൾ എന്ന് പറയുന്നത് ഹാച്ച് ആൻഡ് സ്ലാക്ക് കൊണ്ടുവന്ന സൈക്കിളാണ്. അവിടെ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇത് ഓക്സാലോ അസെറ്റിക് ആസിഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് C4 സൈക്കിൾ എന്ന ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് 4 കാർബണുള്ള ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ട് ഈ സൈക്കിളിന് നമ്മൾ C4 സൈക്കിൾ അല്ലെങ്കിൽ ഹാച്ച് ആൻഡ് സ്ലാക്ക് സൈക്കിൾ എന്നാണ് പറയുന്നത്. നമുക്ക് നേരെ കാൽവിൻ സൈക്കിളിലോട്ട് പോകാം. കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 സ്റ്റെപ്പിലൂടെയാണ് പോകുന്നത്. ഒന്നാമത്തത് കാർബോക്സിലേഷൻ ഫോളോഡ് ബൈ റിഡക്ഷൻ ആൻഡ് ദെൻ റീജനറേഷൻ. ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത് RUBP എന്ന് പറയുന്ന 5 കാർബണുള്ള ഒരു ഷുഗറാണ്. സൈക്ലിക് പാത്വേ ആണ് കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിൽ കാൽവിൻ സൈക്കിളിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാർബോക്സിലേഷൻ ആണ്. ഈ കാർബോക്സിലേഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്ന എൻസൈം റുബിസ്കോ, റിബുലോസ് ബൈ ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് റുബിസ്കോ എന്ന് പറയുന്നത്. ഈ റുബിസ്കോ എൻസൈമിന്റെ പ്രസൻസിൽ റിബുലോസ് ബൈ ഫോസ്ഫേറ്റ് കാർബൺ ഡൈ ഓക്സൈഡും 6 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ പഠിക്കുന്നത് ഒരു സൈക്ലിക് റിയാക്ഷനിൽ. അപ്പോൾ 6 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് 6 molecules of ribulose by phosphate to in presence of an enzyme Rubisco. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? 3-phosphoglyceric ആസിഡ് കിട്ടും. അതായത് 12 molecules of 3-phosphoglyceric ആസിഡ് ആണ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഡക്ഷൻ ആണ്. ഇതിൽ ഒരു സീരീസ് ഓഫ് റിയാക്ഷനിലൂടെയാണ് നമ്മൾ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഒരു ഫോസ്ഫോ റിലേഷൻ റിയാക്ഷനിൽ 2 ATP മോളിക്കൂളും 2 NADPH യൂട്ടിലൈസ് ചെയ്യണം. ഒരു കാർബൺ മോളിക്കൂള് ഒരു പ്രോസസ്സ്. അപ്പം 6 കാർബൺ മോളിക്കൂള് വരുമ്പോൾ 12 മോളിക്കൂൾ ATPയും 12 മോളിക്കൂൾ NADPHും യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ശരിക്കും അതുപോലെ തന്നെ 6 കാർബൺ ആവുക 6 പ്രാവശ്യം സൈക്കിൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് കൺവേർട്ട് ചെയ്ത് ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് ആകുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീജനറേഷൻ ആണ്. റീജനറേഷൻ്റെ സമയത്ത് 12 മോളിക്കൂൾ ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡിൽ ഒരു സീരീസ് ഓഫ് റിയാക്ഷനിലൂടെ 10 മോളിക്യൂൾസ് എന്തായിട്ട് മാറുന്നു? RUBP ആയിട്ട് മാറപ്പെടുന്നു. ഒരു കാർബൺ ഡൈ ഓക്സൈഡിന് ഒരു ATP വെച്ച് റീജനറേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ATP നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മിച്ചമുള്ള 2 ഫോസ്ഫോഗ്ലിസർ അതായത് 10 മോളിക്കൂൾ ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് സീരീസ് ഓഫ് റിയാക്ഷനിലൂടെ റീജനറേഷൻ സംഭവിച്ച് വീണ്ടും RUBP ആയിട്ട് മാറും. മിച്ചമുള്ള 2 ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൻ്റെ കേസിൽ ആ ഒരു കാൽവിൻ സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഒരു കാർബൺ ഡൈ ഓക്സൈഡിന് 3 ATPയും അതുപോലെ 2 മോളിക്യൂൾ NADPHും യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് C4 പാത്വേ. C4 പാത്വേ എന്ന് പറയുന്നത് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം ഓക്സിജനോട് അഫിനിറ്റി കൂടുതലുള്ളൊരു എൻസൈമാണ്. അപ്പം ഓക്സിജൻ ഉണ്ട് എങ്കിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിരിക്കും അവിടെ കാറ്റലൈസ് ചെയ്യുന്നത്. അതിനൊരു ആൾട്ടർനേറ്റീവ് പാത്വേ ആയിട്ട് അതുപോലെ ട്രോപ്പിക്കൽ റീജിയനിൽ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ വളരുന്ന പ്ലാന്റ്സിനകത്ത് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ പാത്വേ ആണ് നമ്മുടെ C4 പാത്വേ അല്ലെങ്കിൽ ഹാച്ച് ആൻഡ് സ്ലാക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി C4 പാത്വേയുടെ കേസിൽ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആണ് ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 4 കാർബൺ കോമ്പൗണ്ട് ആണ്. അത് നമ്മൾ ഓക്സാലോ അസെറ്റിക് ആസിഡ് എന്ന് പറയും. C3 സൈക്കിൾ ക്യാരി ഔട്ട് ചെയ്യുന്ന പ്ലാന്റ്സിന് നമ്മൾ C3 പ്ലാന്റ്സ് എന്ന് പറയും. അതുപോലെ C4 സൈക്കിൾ ക്യാരി ഔട്ട് ചെയ്യുന്ന പ്ലാന്റ്സിന് നമ്മൾ C4 പ്ലാന്റ്സ് എന്ന് പറയും. ഈ C4 പ്ലാന്റ്സ് ഒരു ക്യാരക്ടറിസ്റ്റിക് അനാറ്റമി കാണിക്കാറുണ്ട്. നമ്മൾ അതിനെ ക്രാൻസ് അനാറ്റമി എന്ന് പറയും. എന്താണ് ക്രാൻസ് അനാറ്റമി? ക്രാൻസ് മീൻസ് റീത്ത് ലൈക്ക് എന്നാണ്. അപ്പോൾ റീത്ത് ലൈക്ക് പാറ്റേണിലാണ് സെൽസിന്റെ അറേഞ്ച്മെന്റ്. ബണ്ടിൽ ഷീത്ത് സെൽസ് മീസോഫിലും കോൺസെൻട്രിക് ലെയേഴ്സ് ആയിട്ടാണ് വാസ്കുലാർ ബണ്ടിൽസിന് ചുറ്റുമായിട്ട് സർക്കുലർ ഫാഷനിൽ ക്രമീകരിച്ചിരിക്കുന്നു എന്നാണ് ഒന്നുള്ളത്. മറ്റൊന്ന് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഡൈമോർഫിക് നേച്ചറിലാണ് കാണപ്പെടുന്നത്. അതായത് നമ്മുടെ മീസോഫിലിനകത്ത് വരുന്ന ക്ലോറോപ്ലാസ്റ്റിൽ റുബിസ്കോ ആബ്സെന്റ് ആണ്, ഗ്രാനം പ്രസന്റ് ആണ്. അതേസമയം ബണ്ടിൽ ഷീത്തിന്റെ ക്ലോറോപ്ലാസ്റ്റ് A ഗ്രാനലാണ്, റുബിസ്കോ പ്രസന്റ് ആണ്. അപ്പം മീസോഫിലിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ആര് നടത്തുമെന്ന് ചോദിക്കാം. അപ്പം
ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമാണ് ആ ഒരു പ്രോസസ്സ് കാറ്റലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യലി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ആദ്യം മ്യൂസോഫിലിനകത്ത് വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫിക്സേഷൻ നടക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫിക്സേഷൻ ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ഓക്സാലോ അസറ്റിക് ആസിഡ് ഉണ്ടാകുന്നു. PEP കാർബോക്സിലേസ് എൻസൈമാണ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. തുടർന്ന് ഈ ഓക്സാലോ അസറ്റിക് ആസിഡ് റെഡ്യൂസ് ചെയ്ത് മാലിക് ആസിഡ് അല്ലെങ്കിൽ അസ്പാർട്ടിക് ആസിഡ് ഉണ്ടാകുന്നു. മോസ്റ്റ് കോമൺലി ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. മാലിക് ആസിഡ് അസ്പാർട്ടിക് ആസിഡ് ആകാം, അസ്പാർട്ടിക് ആസിഡ് മാലിക് ആസിഡ് ആകാം. നെക്സ്റ്റ് മാലിക് ആസിഡ് ട്രാൻസ്പോർട്ട് ചെയ്ത് ബണ്ടിൽ ഷീത്ത് സെല്ലിലെത്തുന്നു. ബണ്ടിൽ ഷീത്ത് സെൽസിൽ വെച്ച് ഇത് വീണ്ടും ബ്രേക്ക് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും പൈറൂവിക് ആസിഡുമായിട്ട് മാറും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബണ്ടിൽ ഷീത്തിനകത്ത് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനു പോകുന്നു? കാൽവിൻ സൈക്കിൾ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നു. തിരിച്ച് ഈ പൈറൂവിക് ആസിഡ് മ്യൂസോഫിലിലെത്തി റീജനറേഷനിലൂടെ ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. ഇതാണ് നമ്മുടെ C4 സൈക്കിൾ അല്ലെങ്കിൽ ഹാച്ച് ആൻഡ് സ്ലാക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് C4 സൈക്കിളിലൂടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ C3 സൈക്കിളിൻ്റെ പ്രസൻസും ഇവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവെ C4 സൈക്കിൾ എന്ന് പറയുന്നത് വളരെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ, ഈൽഡ് കൂടുതൽ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ലൈറ്റ് റേഡിയേഷൻസ് കൂടുതലുള്ള സമയത്ത് എഫിഷ്യൻ്റ് ആയിട്ട് ഫോട്ടോസിന്തറ്റിക് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു സൈക്കിൾ സഹായിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് ഫോട്ടോ റെസ്പിറേഷൻ ആണ്. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഇൻഡ്യൂസ്ഡ് റെസ്പിറേഷൻ ആണ്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇവല്യൂഷൻ നടക്കുന്നു. ഓക്സിജൻ്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യുന്ന ഒരു റെസ്പിറേറ്ററി പ്രോസസ്സാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും റുബിസ്കോ ആണ് ഓക്സിജനെ ഫിക്സ് ചെയ്യുന്നത്. ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് റുബിസ്കോ ആണ്. അപ്പോൾ ഓക്സിജൻ റുബിസ്കോ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് പ്രോസസ്സ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം RUBP ഓക്സിജനെ ഫിക്സ് ചെയ്ത് ഓക്സിജനേഷൻ റിയാക്ഷൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസിനെ പോലെ ഷുഗറോ ATPയോ NADPHോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാകുന്നില്ല. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത് പോലും ATP യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഫോട്ടോ റെസ്പിറേഷനിൽ നമുക്ക് പ്രത്യേകിച്ച് ATP NADPH പ്രൊഡക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു വേസ്റ്റ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. ATPയും NADPHും ഉപയോഗപ്പെടുത്തുന്നു. പക്ഷെ അവിടെ എന്തിനാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ ആണ് ഉണ്ടാകുന്നത്. ഫുഡ് മെറ്റീരിയലിന്റെ സിന്തസിസ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോ റെസ്പിറേഷൻ നമ്മൾ തികച്ചും ഒരു വേസ്റ്റ് പ്രോസസ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കാറില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ലൈറ്റ് എനർജി ഡയറക്റ്റ് ആയിട്ട് വന്ന് ലീഫിലടിക്കുമ്പോൾ മ്യൂസോഫിലിലേക്കാണ് ലൈറ്റ് എനർജി വരുന്നത്. അവിടെ ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെങ്കിലും എന്തില്ല? റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം ഇല്ല. അപ്പം റുബിസ്കോ എൻസൈം ബണ്ടിൽ ഷീത്ത് സെൽസിനകത്താണുള്ളത്. അപ്പോൾ പ്രൈമറി കാർബോക്സിലേഷൻ എന്ന് പറയുന്നത്, അതായത് ഇനിഷ്യൽ കാർബോക്സിലേഷൻ മ്യൂസോഫിലിൽ നടക്കുന്നത് PEP കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ബണ്ടിൽ ഷീത്തിലേക്ക് വരുമ്പം, അതായത് ആ C4 സൈക്കിളിൽ നിന്ന് മാലിക് ആസിഡ് കൺവേർട്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും പൈറൂവിക് ആസിഡുമായിട്ട് ബണ്ടിൽ ഷീത്ത് സെൽസിൽ വരുമെന്ന് പറഞ്ഞില്ലേ? ബണ്ടിൽ ഷീത്തിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ ആര് ഫിക്സ് ചെയ്യുന്നു? റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം ഫിക്സ് ചെയ്ത് C3 സൈക്കിള് ക്യാരി ഔട്ട് ചെയ്യുന്നു. അതുകൊണ്ട് C4 പ്ലാന്റ്സ് ആണ് ഫോട്ടോസിന്തറ്റിക്കലി മോർ എഫിഷ്യന്റ് ദാൻ C3 പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ശരിക്കും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് ആണ്. ഫോട്ടോസിന്തസിന്റെ പ്രധാന ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമുണ്ട്, ഇന്റേണൽ ഫാക്ടേഴ്സുമുണ്ട്. ലൈറ്റ്, ടെമ്പറേച്ചർ, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, വാട്ടർ, ഇതൊക്കെ പ്രധാനപ്പെട്ട ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ലാ പഠിച്ചു വെക്കണം. ലാ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയും. ഈ ലാ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ബ്ലാക്ക്മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കൊണ്ടുവന്നത്. ഒരു പ്രോസസ്സിനെ കണ്ടീഷൻ ചെയ്ത് ഒരു കൂട്ടം ഫാക്ടേഴ്സ് ഉണ്ട് എങ്കിലും ആ ഫാക്ടേഴ്സിൽ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണോ അതിൻ്റെ റേറ്റിലായിരിക്കും ഫോട്ടോസിന്തറ്റിക് പ്രോസസ്സ് നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ ലോയെ നമ്മൾ ലാ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോസിന്തസിസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് വൈസ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഒരു റിവിഷന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുക. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ പരീക്ഷയ്ക്ക് മുമ്പ്